എല്ലാവർക്കും നമസ്കാരം. യു മീഡിയ മലയാളം എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തികച്ചും സിമ്പിളായിട്ടുള്ള സാധാരണക്കാർക്ക് വേണ്ടി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വീഡിയോ ആണ്. നാട്ടിൽ ഒരുപോലെയുള്ള സാധനത്തിൻ്റെ മറ്റൊരു വെർഷനാണ്. അതായത് നാട്ടിൽ ഒരുപോലെ സർവീസ് സ്റ്റേഷൻ, വണ്ടികൾ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകൾ നാട്ടിൽ കൂണ് പോലെ മുളച്ചു വരുന്ന ഒരു സംവിധാനമാണ്. എവിടെ തിരിഞ്ഞാലും കാണും. അതുപോലെ അതിൻ്റെ ഇരട്ടിക്കാണ് വാഹനങ്ങൾ നമ്മുടെ റോട്ടിൽ ഓരോ ദിവസവും ഇറങ്ങുന്നത്. ഒരു ദിവസം ഒരു ഏരിയയിൽ തന്നെ, ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ഏരിയ നോക്കിയാൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കിയോ, ഒരു മിനിമം ഒരു 15 വണ്ടി നിങ്ങളുടെ ഏരിയയിൽ പുതുതായിട്ട് വന്നിരിക്കും ദിവസവും. അതുപോലെ തന്നെ ഇറങ്ങുന്ന ഒരു വാഹനമാണ് ഇലക്ട്രിക് വണ്ടി, ഇലക്ട്രിക് സ്കൂട്ടികൾ. ടൂ വീലറുകളാണ് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ അത് വാങ്ങിക്കുന്ന ആൾക്കാർ അത് സർവീസ് സ്റ്റേഷനിൽ വെറുതെ കൊടുത്തിട്ട് അങ്ങനെ പോകാറില്ല. കാരണം ഇലക്ട്രിക് വാഹനങ്ങളായതുകൊണ്ട് കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം ഇത് വാഷ് ചെയ്യാനെല്ലാം ചെയ്യേണ്ടത്. കാരണം ഇലക്ട്രിക് പാർട്സാണ്, അതുപോലെ സെൻസറും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അപ്പോൾ ആരും ഇത് സർവീസ് സ്റ്റേഷനിൽ അങ്ങ് റഫായിട്ട് കൊടുത്തിട്ട്, അതായത് മറ്റൊരു പെട്രോൾ വണ്ടിയോ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയോ കൊടുത്തിട്ട് പോകുന്ന പോലെ ഇത് കൊടുത്തിട്ട് പോകാറുണ്ട്. കുറച്ചുകൂടെ ശ്രദ്ധ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളുടെ മറ്റൊരു ബിസിനസ് ആശയം തെളിയുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇവരുടെ വീട്ടിൽ പോയി നേരിട്ട് പോയി വണ്ടി വാഷ് ചെയ്ത് കൊടുത്തുവിടാം. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൺലൈൻ വാഷിംഗ് സംവിധാനങ്ങൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് കൂടുതലും ഉള്ളത് സിറ്റി പ്രദേശങ്ങളിലാണ്. നാട്ടിൻ പ്രദേശങ്ങളിൽ വളരെ കുറവാണ്. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നതെന്ന് പറയുന്നത്, ഒരു 5000 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് പ്രഷർ വാഷർ കിട്ടും. വളരെ സിമ്പിളാണ്. 5000 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ പ്രഷർ വാഷറിൻ്റെ വില. അത്യാവശ്യം കൊള്ളാവുന്ന ഒരു പ്രഷർ വാഷർ വാങ്ങിക്കുക. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളിലെ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏരിയകളിൽ മാത്രം നിങ്ങളുടെ സർവീസ് കൊടുത്താൽ മതി. 5 കിലോമീറ്റർ ഒന്നും കൊടുക്കേണ്ടതില്ല. ഒരു 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഡെയിലി ഒരു 10 വണ്ടി കിട്ടത്തക്ക രീതിയിലുള്ള സംവിധാനമാകും. കടയിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വാഷ് ചെയ്യുന്നതിന് മിനിമം ഒരു സ്കൂട്ടർ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നതിന് 100 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ 100 രൂപയ്ക്ക് കൊടുക്കുന്നത് ആ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ 100 രൂപ കൊടുക്കുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല. അത്യാവശ്യം നല്ല രീതിക്ക് വാഷ് ചെയ്യണമെങ്കിൽ 200 രൂപ കൊടുക്കണം. ടൂ വീലറിൻ്റെ കാര്യം മാത്രം. വലിയ വാഹനങ്ങൾക്ക് അതനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ വാട്ടർ വാഷ് ചെയ്ത് ബോഡി ക്ലിയറാക്കി കൊടുക്കുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാമെങ്കിൽ, ഈ ഒരു 5000 രൂപ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 5 വണ്ടി കിട്ടിയാൽ പോലും, 200 രൂപ വെച്ച് 5 വണ്ടിയിൽ വാങ്ങിച്ചാൽ പോലും, അത് കാറിൻ്റെ കാര്യമാണ് പറയുന്നത്. കാറൊക്കെ സർവീസ് സ്റ്റേഷനിൽ കഴിവുന്ന എനിക്ക് തോന്നുന്നു 400 രൂപയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊടുത്താൽ പോലും 5 വണ്ടി കഴിയാൽ മതി. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെയിലി 1000 രൂപ ഏൺ ചെയ്യാൻ പറ്റും. വെറും തുച്ഛമായ മുതൽ മുടക്കാണ് ഇതിലുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായി തന്നെ ആലോചിച്ച് അതിനൊരു തീരുമാനത്തിലെത്തുക. നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നിട്ടുണ്ട്. ഈ ഐഡിയ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായി ചിന്തിക്കുക, എങ്ങനെ ഇത് പ്രാവർത്തികമാക്കാം. ഇപ്പോൾ ഞാൻ ഈ ഇലക്ട്രിക് വണ്ടിയുടെ കാര്യം പറഞ്ഞു, അതൊരു എക്സ്ക്ലൂസീവായിട്ട് ചെയ്യും. കാരണം ഇലക്ട്രിക് വണ്ടി ആരും അങ്ങനെ റഫായിട്ട് യൂസ് ചെയ്യാറില്ല. കാരണം അത് അത്രയും സെൻസറും കാര്യങ്ങളും വരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കഴിവുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കൂടുതൽ പേര് അതേ ചൂസ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ സമയമില്ലാത്ത ആൾക്കാർ, അതായത് ജോലി കഴിഞ്ഞ് വരുന്നവർ, ഇപ്പോൾ 5 മണിക്ക് ശേഷം മിക്കവാറുള്ള സർവീസ് സ്റ്റേഷനൊക്കെ ഓഫാണ്, പകലേ ഉള്ളൂ. അപ്പോൾ ഈ ജോലിക്ക് പോകുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 5 മണിക്ക് ശേഷം നിങ്ങൾ വീട്ടിൽ പോയി കഴുകി കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ടെങ്കിൽ അവർക്കത് കുറച്ചുകൂടി ഉപയോഗമാണ്. അതുമാത്രമല്ല, ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറുള്ള സർവീസ് സ്റ്റേഷൻ അവധിയാണ്, ഞായറാഴ്ച അവധിയാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ അതുപോലെ മിക്കവാറുള്ളവർക്കൊക്കെ അവധിയുള്ളൂ. അപ്പോൾ അന്ന് നിങ്ങൾക്ക് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ സ്വന്തമായി ചിന്തിച്ച് ഈ ഒരു ആശയത്തെ ഡെവലപ്പ് ചെയ്ത് ഈ വർക്ക് ചെയ്യുന്നവർ കമൻറ്റിൽ വന്നിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി എഴുതുക. ഇപ്പോൾ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുമ്പോൾ പോകുന്നതല്ലേ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളുടെ ചാനലിലുള്ളവരും എല്ലാവരും കാണും. കാരണം ഞാൻ ഈ പറയാത്ത ഐഡിയകൾ നിങ്ങൾക്ക് ഇതിൽ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് എല്ലാവരും കൃത്യമായിട്ട് എഴുതുക. സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഈ ഒരു ആശയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം. ചിലപ്പോൾ അവരൊക്കെ സ്ട്രൈക്ക് ചെയ്ത് അത്യാവശ്യം നല്ലതെന്ന് തോന്നി അവർ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.